ഇപ്പോൾ ഡോക്ടർ എസ് ലാൽ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ലാൽ, ഇപ്പോ മലപ്പുറത്ത് 10 പേരിലാണ് HIV പോസിറ്റീവ് കണ്ടെത്തിയിരിക്കുന്നത്. അവർ HIV പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ മലപ്പുറം DMO പറയുന്ന ഒരു കാര്യം, അവിടെ തന്നെ കൂടുതൽ ആളുണ്ടാകാം. അതുപോലെ തന്നെ സ്വാഭാവികമാണ്, കേരളത്തിലും ഇത്തരത്തിൽ ഒട്ടനവധി ആളുകൾ ഉണ്ടാകാം. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് HIV ബാധിതരാകുക, അത് സാമൂഹ്യമായി അവരൊരു ഒറ്റപ്പെടൽ നേരിട്ടിരുന്നു. വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇതൊന്നും കാണുന്നില്ല. ഇപ്പോൾ ആളുകൾക്ക് അറിയാത്തതാണോ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതാണോ, അതോ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളുടെ കുറവാണോ? വീണ്ടും എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ രോഗബാധ ഉണ്ടാകുമെന്ന് ആളുകൾക്ക് അറിയാം, പക്ഷേ ആളുകൾ വീണ്ടും പോയി പെടുകയാണ്? എവിടെയാണ് കുഴപ്പം? ഇതിനകത്ത് വിവിധ വശങ്ങളുണ്ട്. ഓരോന്നായിട്ട് പെട്ടെന്ന് പറയാം. ഒന്ന്, ഈ കോവിഡ് സമയത്ത് HIV, ക്ഷയരോഗം പോലുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ലോകത്ത് പലയിടത്തും കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ HIV ഇന്ത്യയിൽ നമ്മുടെ പോപ്പുലേഷൻ കാരണമാണ് കൂടുതലാകുന്നത്. ശതമാനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ശതമാനം 0.2 ഒക്കെ ഉള്ളൂ. 1002 പേർക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് HIV രോഗികളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എപ്പോഴും വരുന്നത്. അതൊന്നാണ്. ഈ HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വീഴ്ച പറ്റിപ്പോയി. ഒന്നിന് കാരണം കോവിഡാണ്. പക്ഷെ കോവിഡ് കഴിഞ്ഞിട്ട് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. മാത്രമല്ല, അനൌദ്യോഗിക കണക്കുകളും സന്നദ്ധ സംഘടനകളുടെ കണക്കുകളും കാണിക്കുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യയിൽ HIV കൂടി വരികയാണെന്നാണ്. പക്ഷെ ഗവൺമെന്റ് ആ കണക്കുകൾ പുറത്തു വിടുന്നില്ല. അപ്പൊ ആ ഒരു മിസ്മാച്ച് ഉണ്ട് കണക്കുകൾ. ഗവൺമെന്റിന്റെ കണക്കിലും യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കും തമ്മിലുള്ള കണക്കുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ട കാര്യമാണ്. അവർക്ക് അറിയാത്ത കാര്യമല്ല, പക്ഷെ HIV-യുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ്. അപ്പോൾ HIV-ക്ക് ചികിത്സിക്കാൻ മരുന്ന് പൂർണ്ണമായി HIV ചികിത്സിച്ച് രോഗം മാറ്റാൻ കഴിയില്ലെങ്കിലും അണുബാധയുടെ അളവ് അല്ലെങ്കിൽ വൈറസുകളുടെ എണ്ണത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള അത് കുറച്ചൊരു ലാഘവ ബുദ്ധി അക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഈ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലും ഉണ്ട്. അതൊരു പരാജയം തന്നെയാണ് നമ്മൾ സംഭവിച്ചു പറ്റും. അത് ഒരു ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തിന്റെ കാര്യമില്ല പറഞ്ഞു, മൊത്തത്തിൽ ഇന്ത്യയിലെ ആ പ്രശ്നമുണ്ട്. രണ്ടാമത്, കുത്തിവയ്ക്കുന്ന മയക്കുമരുന്നുകളിലൂടെ HIV പകരുമെന്നുള്ളത് വളരെ വ്യാപകമായി നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് സത്യമാണ്. ഇപ്പൊ കേരളത്തിൽ ആ പ്രചരണം കുറഞ്ഞതിന് കാരണം കേരളത്തിൽ ഈ കുത്തിവയ്ക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവാണെന്നൊരു ധാരണയാണ്. ഒരു പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നു. എന്ന് പറഞ്ഞാല് ഈ HIV-യുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം ഒഴിച്ചുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കൂടുതലായി സംസ്ഥാനങ്ങളിൽ കേരളം ഒഴിച്ചുള്ള തെക്കിന്ത്യൻ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്രയുണ്ട്. പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. കേരളം ഇതിൽ നിന്ന് വിമുക്തമാണ് ധാരണ പരന്നുണ്ട്. തെറ്റാണ്. ഇപ്പോഴും ഈ മയക്കുമരുന്നിന്റെ പ്രത്യേകിച്ച് കുത്തിവയ്പ്പ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുള്ളത് കൊണ്ടും അതിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടും ആ റിസ്ക് ഉണ്ട്. അവിടെയാണ് ഈ അതിഥി തൊഴിലാളികളുടെ കാര്യം പറയുന്നത്. അപ്പൊ അതിഥി തൊഴിലാളികൾ വരുന്നതല്ല ഒരുപക്ഷെ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലും പിന്നെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളൊന്നും ഉള്ളവരുമൊക്കെയാണ്. അപ്പൊ അവർക്ക് HIV നിരക്ക് കൂടുതലാണ്. ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ HIV എങ്കിലും 100% കുത്തിവയ്ക്കുന്ന ഒരേ ആൾക്കാര് പല ആളുകൾ അതുവഴി ഉണ്ടാകുന്ന HIV വ്യാപനം 6%. 100-ൽ 6 പേർക്ക് അങ്ങനെയാണ് വരുന്നത്.